നമ്മൾ ഇപ്പോഴേ തീരുമാനിക്കണം. ഇനി ഫോൺ ടെക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് തന്ന ഫീസ് മുതലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു ചിപ്പ് ലെവൽ ടെക്നീഷ്യൻ നെഞ്ച് കൈവച്ച് പറയാൻ വേണ്ടി പറഞ്ഞു. ഒറ്റ കാര്യം മനസ്സിൽ ചിന്തിച്ച് തുടങ്ങിയാൽ മതി. ഞാൻ ഇനി മുതൽ ഈ മേഖലയ്ക്ക് ഗുണം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യും. 100% നിങ്ങൾ ചിപ്പ് ലെവൽ ടെക്നീഷ്യൻ ആയി. അപ്പം പറയും, ഇത് ഞാൻ എത്ര വലിയ ബ്ലോഗും എടുത്തിട്ടും വർക്കും ഒക്കെ ആണെന്നില്ലല്ലോ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കുക, പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ടൂൾസ് ഉപയോഗിക്കുക. ഇപ്പം നിങ്ങൾ തന്നെ പലയിടത്തും പഠിച്ചിട്ടുണ്ടാകും. ചിലപ്പം ഇതേപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടാവും. പല ഫാക്കൽറ്റീസിനും വർക്ക് അറിയില്ല. പൈസ എടുത്ത് മറിച്ചിട്ടോ റീബോൾ ചെയ്തോ തിരിച്ചിട്ടോ പറയാം. പക്ഷെ ആ പുള്ളിനോട് കാണിക്കാൻ പറഞ്ഞാൽ പുള്ളി സ്റ്റക്കാവും. ഞങ്ങൾ എടുക്കുന്ന ഓരോ ഫാക്കൽറ്റീസും നിങ്ങൾ നോക്കിയാൽ കാണും. ഇനി റെഗുലർ ആയിക്കോട്ടെ, അപ്ഡേഷൻ ആയിക്കോട്ടെ, ഏത് ഫാക്കൽറ്റീസും വെറും ഫാക്കൽറ്റീസ് അല്ല, പക്ക പ്രൊഫഷണൽ ടെക്നീഷ്യന്മാരാണ്. സാധാരണ അപ്ഡേഷനിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാൻഡ് സ്കില്ല് മേക്ക് ചെയ്തിട്ട് നീ ചിപ്പ് ലെവലായിരുന്നു കൂടുതൽ. റീബോൾ ചെയ്യാനും ഫിക്സ് ചെയ്യാനും നിങ്ങൾ ഈ കോൺടാക്റ്റിൽ പറഞ്ഞൊന്നുമില്ല. നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ഉണ്ടെങ്കിൽ തന്നെ റീബോളിംഗ് ഫിക്സിംഗ് എല്ലാം ഐഡിയ കിട്ടും. എന്നിട്ട് എന്താ പറയുക, എന്ത് കംപ്ലൈൻറ്റും CPU റീബോൾ ചെയ്യുക, ഫിക്സ് ചെയ്യാൻ പറയും. ഈ ലോജിക് വിട്ട് യഥാർത്ഥത്തിൽ കംപ്ലൈന്റ് എന്താണെന്ന് ഒരു ഫോൺ കിട്ടിയാൽ കംപ്ലൈന്റ് കണ്ടുപിടിച്ച് അത് ഫിക്സ് ചെയ്യാൻ പറ്റിയാലേ നമുക്ക് ഈ ഫീൽഡിൽ ശരിക്കും ഒരു ടെക്നീഷ്യൻ എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, എന്താണ് നിങ്ങൾ വരുമ്പോൾ കുറച്ച് കംപ്ലൈൻ്റ് ഉള്ള സെറ്റിംഗ് ഇട്ട് എടുത്തോ, നമുക്കത് നിങ്ങളെ കൊണ്ട് തന്നെ റിപ്പയർ ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റാം. ഇന്ന് തന്നെ വിളിച്ചിട്ട് അവിടെ നിങ്ങളെ സർവീസ് സെന്ററിലോ നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അവരോടാ അന്ന് ഈ പ്രമുഖ സ്ഥാപനത്തിൽ കൊടുത്ത് റിട്ടേൺ ആക്കില്ല, എൻ്റെ കസ്റ്റമർ കൊടുക്കാൻ വെച്ചില്ലേ, ആ കസ്റ്റമർ വിളിച്ചിട്ട് പറയാം ഒരാഴ്ച ടൈം വേണം, കൊറിയർ ചെയ്യിപ്പിക്കുക. അങ്ങോട്ട് ട്രൈ ചെയ്യുക.